ഇതുപോലത്തെ ക്യൂബ് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ക്യൂബ് ബീഡ് എന്നാണ് ഇതിന് പറയുക. സെൽഫ് ലവ് ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിനെയും സ്നേഹത്തോടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ക്ലാസ്സൊക്കെ മാറ്റി പിടിച്ച് ഇവളിപ്പോൾ വ്ളോഗാക്കിയോ എന്നുള്ളത്. വ്ളോഗൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഹെയർ ആക്സസറി ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സൊക്കെ പതിവ് പോലെ തന്നെ ഉണ്ടാവും. പിന്നെ രാവിലെ തന്നെ ഒന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ നല്ല കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അതോടെ ഇതിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൂക്കളുടെ അടുത്തും കുറച്ച് ചെടികളുടെ അടുത്തും ഒക്കെ ഒന്ന് പരിപാലിച്ചു. നമ്മുടെ മുല്ലയിൽ മുട്ടിട്ടിട്ടുണ്ട്. ഇത് രാത്രി വിരിയുന്ന മുല്ലയല്ല കേട്ടോ, പകൽ വിരിയുന്ന മുല്ലയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ പൂവ് കാണിച്ചിരുന്നുണ്ട്. രാവിലത്തെ കാഴ്ചയും കേൾവികളൊക്കെ ഭയങ്കര മനോഹരമാണ് കേട്ടോ. കണ്ടോ, മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഇലകളും അതുപോലെ തന്നെ സൗണ്ട് കേട്ടോ, എന്ത് രസമാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വർക്കിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ക്യൂബ് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ക്യൂബ് ബീഡ് എന്നാണ് ഇതിന് പറയുക. നീളത്തിലുള്ളതാണ് ഇതുപോലത്തെ ബീഡ്സിന്. അപ്പോൾ ഇതെല്ലാ കളേഴ്സിലും നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഹോമിയോ ഗുളികയുടെ ആ ഒരു കുപ്പിയില്ലേ, അതിൽ ആക്കി വെച്ചതാണ്. ഇങ്ങനത്തെ കുഞ്ഞു ഐറ്റംസൊക്കെ ഞാൻ ഇങ്ങനത്തെ കുപ്പി ശേഖരിച്ച് വെച്ചിട്ട് ആക്കി വെക്കാറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഡ്. അപ്പം നമ്മുടെ മിനിമൽ ജ്വല്ലറി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ജ്വല്ലറിക്കാണ് മിനിമൽ ജ്വല്ലറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾ വീഡിയോ എടുത്തപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതാ ഇങ്ങനൊരു സംഭവം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിപ്പോൾ കളറൊക്കെ പോയിട്ടോ, ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഊരി വെക്കാറേ ഇല്ല. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കയ്യിൽ എനിക്ക് ബ്രേസ്ലെറ്റ് ഉണ്ട്, ഗോൾഡ് ബ്രേസ്ലെറ്റ് ഉണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഈ കയ്യിൽ ഞാൻ എവിടെ പോകുന്ന ടൈമിൽ വാച്ച് കെട്ടും. എനിക്ക് വള ഇടാൻ അങ്ങനെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ വാച്ച് കെട്ടുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, വാച്ച് മാത്രമാണല്ലോ കിട്ടുക. അപ്പോൾ ഞാൻ വീട്ടിൽ കൈ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇടും. അപ്പോൾ അതാണിത്. അപ്പോൾ ഈ ഒരു സംഭവം വളരെ സിമ്പിളാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നമ്മൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ എലാസ്റ്റിക് ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എലാസ്റ്റിക് ത്രെഡാണ്. അപ്പോൾ ഇലാസ്റ്റിക് ത്രെഡും ഈ ക്യൂബ് ബീഡ്സും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. എലാസ്റ്റിക് ത്രെഡ് നമ്മുടെ അളവിനനുസരിച്ച്, ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഈ ഒരു അളവാണ് കേട്ടോ കിട്ടുന്നത്. ഇതിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 2-3 ഇഞ്ച് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് കെട്ടിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതിവിടെ കട്ട് ചെയ്യാം. നമ്മുടെ എലാസ്റ്റിക് ത്രെഡിനെ കട്ട് ചെയ്യുന്നുണ്ട്. എലാസ്റ്റിക് ത്രെഡ് എന്താണെന്നറിയോ? എലാസ്റ്റിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എലാസ്റ്റിസിറ്റി ഉള്ള ഒരു ത്രെഡാണ്. അങ്ങനെ വലിയും, നമുക്ക് എന്താ പറയുക, ഇങ്ങനെ വലിച്ച് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. കയ്യിൽ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ, ഒന്നും നോക്കാനില്ലത്. വലിയ പേരേ ഉള്ളൂ. മിനിമൽ ജ്വല്ലറി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ സംഭവം സിമ്പിളാണ്. കോർത്ത് പോവാം. കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 ബീഡ്സ് കൂടെ ഇട്ടാൽ സംഭവം സെറ്റായി. ഇനി നമുക്ക് ഇത് കയ്യിലേക്ക് വെച്ചിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ അളവ് നോക്കുന്നുണ്ട്, കറക്റ്റാണോ, കെട്ടിക്കഴിഞ്ഞാൽ ഇനി ബീഡിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഇല്ല, കറക്റ്റാണ്. കണ്ടോ, നമുക്ക് കെട്ടി കൊടുക്കാം. അപ്പോൾ ഒന്നും നോക്കാനില്ല, നമ്മൾ സാധാരണ എങ്ങനെയാണോ കെട്ടിടാറുള്ളത് അതുപോലെ തന്നെ ഒരു കെട്ടിട്ടു, രണ്ടാമതൊരു കെട്ടുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കെട്ടിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു എലാസ്റ്റിക് ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ചിലപ്പോഴൊന്നും ഒതുങ്ങി കിട്ടില്ല. അപ്പം നല്ല രീതിക്ക് തന്നെ പിടിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക. പിന്നെ 2 ഭാഗത്തുനിന്നും വലിച്ചു കൊടുക്കുക കേട്ടോ. കെട്ടിട്ട ഭാഗത്തുനിന്നും വലിക്കുക, ഉൾഭാഗത്തു നിന്ന് ഇതുപോലെയും വലിച്ചു കൊടുക്കുക. അപ്പോഴേ ആ ഒരു കെട്ട് നല്ല രീതിക്ക് അവിടെ മുറുകി നിൽക്കുള്ളൂ. പെട്ടെന്ന് ലൂസായി പോരും ഈ ഒരു എലാസ്റ്റിക് ത്രെഡ്. പിന്നെ ആ ഒരു സെയിം കെട്ടിനെ ഇപ്പം നമ്മൾ മുകളിലേക്ക് കെട്ടിയ കെട്ടിനെ താഴത്തോട്ടുകൂടെ ഒന്ന് പിടിച്ച് കെട്ടി കൊടുക്കുക കേട്ടോ. സംഭവം പറഞ്ഞാൽ മനസ്സിലായോ? ഉള്ളിലൂടെ ഇട്ടിട്ട്
കൂടെ കെട്ടിക്കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ മുകളിൽ 2 കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് താഴത്തോട്ട് ആ ത്രെഡിനാക്കി പിടിച്ചിട്ട് താഴത്തും 2 ത്രെഡ് കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ. ശേഷം ടൈറ്റ് ആക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് 2 സൈഡും ഒന്ന് ഉരുക്കിയെടുക്കുക. പെട്ടെന്ന് അഴിഞ്ഞു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, സംഭവം സെറ്റാണ് കേട്ടോ. കാണിച്ചു തരാം ഞാൻ. ശരിക്കും കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. കയ്യിൽ ഇങ്ങനെ ഇട്ട് കാണാൻ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ജ്വല്ലറീസൊക്കെ. കണ്ടോ, സിമ്പിളായിട്ട് നല്ല എലഗൻറ്റ് ലുക്ക് കൊടുക്കുന്ന ഐറ്റം തന്നെയാണ്. നമുക്ക് ഇതാ ഈ ഒരു കളർ കൂടെ ഉണ്ടാക്കി നോക്കാം. ഇത് ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ബ്ലൂ ആ ഒരു കളറാണ്. അപ്പോൾ ഞാനിത് ആ സെയിം മെത്തേഡിൽ ഇതിനെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് കോർത്ത് കൊടുത്തിട്ടുണ്ട്. തേരട്ടൊക്കെ പോലെ ഉണ്ട് അല്ലേ. കെട്ടിക്കൊടുക്കാം. കണ്ടോ, ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏതൊരളവിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ബ്ലാക്ക് ഞാനിപ്പോൾ കുറച്ച് വലിയ അളവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ ജ്വല്ലറീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ ഐറ്റംസ് ഒന്നുമല്ല, നമ്മളുണ്ടാക്കിയ കുറച്ച് ഹാൻഡ് മെയ്ഡ് ഹെയർ ആക്സസറീസും ജ്വല്ലറിയും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഗിവ് അവേ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ കമൻറ്റിൽ നിന്ന് ആളെ തിരഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ഗിവ് അവേക്ക് വിന്നറെ സെലക്ട് ചെയ്യുന്നത്. അപ്പം മറക്കരുത് കമൻറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൂവ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ പൂക്കളോട് എനിക്ക് വല്ലാത്തൊരു പ്രണയമുണ്ട് കേട്ടോ. പിന്നെ രാത്രിയായപ്പം കുട്ടികളെ പഠിപ്പിക്കാനിരുന്നപ്പം വെറുതെ വരച്ചൊരു പിക്ചറാണ്. ഈ ഒരു പിക്ചർ വരച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വന്നൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മളെല്ലാത്തിനെയും സ്നേഹിക്കാൻ തുടങ്ങുന്നത്. ഞാൻ കുറേ കാലമായിട്ട് ഉത്തരവാദിത്തങ്ങളെയും എന്തിൻ്റെയൊക്കെയോ പുറകെ ആയിരുന്നു. അപ്പോൾ എന്നിലേക്ക് എനിക്ക് ഒട്ടും തന്നെ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പം ഞാൻ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ എന്നിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എല്ലാത്തിനോടും ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രകൃതിയോടായാലും പൂക്കളോടായാലും കിളികളോടായാലും എല്ലാത്തിനോടും ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും വരയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം സെൽഫ് ലവിന് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. അത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട. പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് ഹാൻഡ് മെയ്ഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കുഞ്ഞു ഗിവ് അവേ വെക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ വരും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ഓൾ.